ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്യാൻ വാ എന്ന് നമ്മൾ വിളിച്ചത് രാഹുൽ എന്തായാലും കേട്ടു. രാഹുൽ ഇതാ വന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. ഇനി രാഹുൽ വരുന്നതിന് മുമ്പ് സമയം കഴിയുമോ എന്നുള്ളതായിരുന്നു. എന്തായാലും സമയം കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ എത്തിയിരിക്കുകയാണ്. ആരോപണങ്ങളല്ലേ, നിയമവും പോലീസും ഒക്കെ ഉണ്ടല്ലോ. അതായത് ഈ വിഷവൈദ്യന്മാര് ഉഗ്രവിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുക. ഇതാ വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. 2 കേസുകൾ, 2 ലൈംഗിക പീഡന കേസുകളിൽ മുൻകൂർ ജാമ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇതാ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഒളിവിൽ നിന്ന് ഇതാ ഒടുവിൽ പുറത്തെത്തിയിരിക്കുന്നു പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. എടാ മീഡിയക്കാർ മൊത്തം എക്സ്റേ കണ്ടുവച്ചിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കണം. ഒടുവിൽ ആ ഒളിവ് ജീവിതത്തിന് ഇവിടെ താൽക്കാലിക വിരാമം എന്ന് വേണമെങ്കിൽ പറയാം. അവസാനിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണോ കർണാടകത്തിലാണോ തമിഴ്നാട്ടിലാണോ എന്നൊക്കെ SIT പരതിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ കുന്നത്തൂർ മേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ആ പോയ ബൈക്കിന് തിരിച്ചു വരുമോ? ഈ അടിയും കുത്തും നമുക്ക് പുത്രേ വെള്ളം കിട്ടും കുടിക്കാൻ.